ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാത്സ്. ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്ലാസ് 10ന്റെ കോർഡിനേറ്റ് ജിയോമെട്രിയിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 points A 2 4 and B -2 -4 ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ABCD ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം. മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 points എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് -2ഉം 4ഉം ബി എന്ന് പറയുന്നത് -2 -4 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ലൈൻ സെഗ്മെന്റ് വരച്ച് നോക്കാം. അതിനകത്ത് എയുടെ കോർഡിനേറ്റ്സ് AB പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2 4 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിയുടെയും തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? -2 -4 അല്ലെ. എന്താണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്? മിഡ് പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. മിഡ് പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോർമുല എന്ന് പറയുന്നത്? x1 + x2 / 2 y കോർഡിനേറ്റ്സ് ആകുമ്പോൾ y1 + y2 / 2 അല്ലെ. അപ്പൊ ഇത് നോക്കി, ഇതിനകത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ x1 എന്ന് പറയുന്നത് 2 ആണ്. ഇതിന്റെ y1 എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ x2 എന്ന് പറയുന്നത് -2, y2 എന്ന് പറയുന്നത് -4 അല്ലേ. ഇനി നമുക്ക് ഇട്ടുകൊടുത്ത് നോക്കാം, ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 + x2 എന്ന് പറയുന്നത് -2 / 2 അല്ലെ. ഇനി നോക്കിയേ y1ന്റെ വാല്യൂ എത്രയാണ് കിടക്കുന്നത്? 4 ആണ് അല്ലെ. 4 + y2ന്റെ -4 / 2 = 2 + 2 2 + -2 ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് എന്താണ്, ഡിഫറെന്റ് സിമ്പിൾ സൈൻ ആകുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് മൈനസ് ചെയ്യണം. ഓക്കെ, 2 മൈനസ് ചെയ്യുക എത്രയാണ്? 0 / 2. അത് കണക്ക് തന്നെ 4 - 4 = എന്താണ്? 0 / 2. എന്താണ് നമുക്ക് കിട്ടുന്ന ആൻസർ? 0 0. നോക്കിക്കേ, മിഡ് പോയിന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 0 0 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു വാല്യൂ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ. നമുക്ക് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ അല്ലെ. ഫോർമുല അപ്ലൈ ചെയ്ത് മാത്രം ചെയ്താൽ മതി. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The point which divides the line segment of points P -1 7 and 4 -3 in the ratio 2:3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ the point which divides the line segment, ലൈൻ സെഗ്മെന്റ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ പോയിന്റ് നമുക്ക് PQ എന്ന് കൊടുക്കാം അല്ലെ. അത് ഡിവൈഡ്സ് ദ പോയിന്റ് നമുക്ക് അതിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ -1 7 അതുകൊണ്ടൊക്കെ തന്നെ ക്യൂവിന്റെ കോർഡിനേറ്റ് 4 -3 എന്നുണ്ട്. അത് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ഒരു M എന്ന് പറഞ്ഞു കൊടുക്കാം. അതിന്റെ എക്സും വൈയും ആണ് നമുക്ക് എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റും ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താണ്? ദ പോയിന്റ് വിച്ച് ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? സെക്ഷൻ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. സെക്ഷൻ ഫോർമുല എന്താണ്? M1 + M2 അതുപോലെ തന്നെ എന്താണ്? x2 x1 അല്ലെ ഡിവൈഡഡ് ബൈ M1 + M2. ഇതാണ് നമ്മൾ എസ് കോർഡിനേറ്റ് കാണുന്നതിന്റെ ഫോർമുല. ഇനി വൈ കോർഡിനേറ്റ് ആണെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക് y എന്ന് പറയുമ്പോൾ M1 y2 + M2 y1 ഡിവൈഡഡ് ബൈ M1 + M2 അല്ലേ. അപ്പൊ നോക്കിക്കാൻ നമുക്ക് ഇതിന്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് x1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് -1 കിട്ടും. ഇതിലെ y1 എന്ന് പറയുന്നത് 7 കിട്ടും അല്ലെ. x2 = എന്താണ്? 4 x1 y2 = -3 വരും അല്ലെ. നമുക്കിവിടെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. എക്സിന്റെ എങ്ങനെ നമുക്ക് നോക്കിയേ, M1 × x2 ആണ് അല്ലെ. നമുക്കിവിടെ M1 x2 എന്നത് 2:3 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? 2:3. അപ്പൊ നമുക്ക് ഇതിലെ M1 എന്ന് പറയുന്നത് 2 എടുക്കാം. M2 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 3 ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ. എന്തുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്ന? എന്താണ്? പോയിന്റ് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് 2:3 എന്ന റേഷ്യോയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ 2:3. അപ്പൊ M1 എന്ന് പറയുന്നത് നമുക്ക്
2 എന്നും m2 എന്ന് പറയുന്നത് 3 എന്നും എടുക്കാം. നമുക്ക് ഇനി വാല്യൂ ഇട്ട് കൊടുക്കാൻ എളുപ്പമാണല്ലോ. നോക്കിയേ, m1ന്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, 2 ഇൻറ്റു x2. x2ന്റെ വാല്യൂ എത്രയാ, 4 അല്ലെ. 4 പ്ലസ് m2 എന്ന് പറയുന്നത് ഏതാണ്, നമുക്ക് 3 അല്ലെ. 3 ഇൻറ്റു x1ന്റെ വാല്യൂ എത്രയാണ്, -1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. m1 എന്ന് പറയുന്നത് 2 പ്ലസ് 3 അല്ലെ. നമുക്ക് 2 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയാണ്, 8 പ്ലസ് 3 ഇൻറ്റു -1 എത്രയാണ്, -3 ഡിവൈഡ് ബൈ 2 പ്ലസ് 3 എന്ന് പറയുന്നത് എത്രയാണ്, 5. അപ്പം 8 പ്ലസ് -3 ഡിവൈഡ് ബൈ 5. 8 3 പോയാൽ എത്രയാണ്, അപ്പോൾ നമുക്ക് 5 കിട്ടും അല്ലെ. 5 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ കിട്ടുന്നത്, 1 കിട്ടും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി, 1 കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. ഇനി വൈയുടെ വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, y ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ നേരത്തെ എഴുതിയത്, m1 പ്ലസ് m2. ഇവിടെ എത്രയാണ്, എന്താണ് വരേണ്ടത്, y2. അതുപോലെ തന്നെ ഇവിടെ y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ. ദെൻ m1ന്റെ വാല്യൂ നമുക്ക് ഇവിടെ 2 ഇൻറ്റു y2യുടെ വാല്യൂ എത്രയായിട്ട്, -3 അല്ലെ. -3 പ്ലസ് m2 എത്രയാണ് ഇവിടെ, 3 ഇൻറ്റു y1ന്റെ വാല്യൂ എത്രയാണ്, 7 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 എന്താണ്, 2 പ്ലസ് 3. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തേ, 2 ഇൻറ്റു -3 -6 പ്ലസ് 3 ഇൻറ്റു 7 ഈക്വൽ ടു 21 ഡിവൈഡ് ബൈ 2 പ്ലസ് 3 5 അല്ലെ. അപ്പൊ 21 ന്ന് 6 പോയാൽ എത്രയാ കിട്ടുന്നത്, 15 അല്ലെ. 15 ഡിവൈഡ് ബൈ 5. അപ്പൊ 15 ഡിവൈഡ് ബൈ 5 എന്ന് എത്ര കിട്ടും നമുക്ക്, 3. അപ്പം വൈയുടെ വാല്യൂ നമുക്ക് 3 കിട്ടി, എക്സിന്റെ വാല്യൂ 1 കിട്ടി. അപ്പം XY കോർഡിനേറ്റ്സ് അല്ലേ, നമ്മൾ XY അല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എത്രയാണ് എക്സിൻ്റെത്, 1, വൈയുടെ 3. അപ്പം 1 3 എന്ന വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. നമുക്ക് എവിടെയാണ്, ഡി ഓപ്ഷനിലാണ് 1 3 കിടക്കുന്നത്. ഇത് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.